ആരായി വിളിച്ചത്? ഹലോ പൊന്നാര നാസറജി ഇങ്ങനെ വിളിച്ചല്ലേ? ഇന്റെ അടുത്ത് ടൂർ പോകാനൊന്നും 10 പൈസ ഇല്ല. പണി പറ്റ കുറവല്ലേ, ഫുള്ള് ഇന്ത്യക്കാരല്ലേ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ആ കമ്മുവാക്കാൻ്റെ പെരല്ലേ, അയാളെ പെരയിലും പഴയ ഇരുമ്പോ എന്തെങ്കിലും ഉണ്ടാ നോക്കട്ടെ. എന്നിട്ട് വിറ്റിട്ട് പൈസ കിട്ടിയിട്ട് നമുക്ക് പോവാ കേട്ടോ. ഇങ്ങനെ വിളിച്ചല്ലേ, ഞാൻ എനിക്ക് വിളിച്ച. ആ കമ്മോക്കറ്റ് ഇവിടെ ഉണ്ടാ? എന്താ ഇവിടെ കൊണ്ടാള്? ഇരുമ്പൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ നോക്കിയിട്ട് ഒരു സാധനം കാണുന്നില്ല. നാസറൊന്ന് വിളിച്ചോട്ടെ. ആ ഹലോ നാസറേ, പിന്നെ ഇന്നാൾ പറഞ്ഞില്ലേനാ ഒരു ലോഡ് മെറ്റൽ വേണമെന്ന്? ആ അവിടെ ഇറക്കിക്കണേ ഇല്ലല്ലേ? എന്നാ ഒരു ലോഡ് മെറ്റലുണ്ട്. ആ നിസാനുണ്ട്. ആ എനിക്ക് പറ്റെങ്കിൽ ഇന്ന് തന്നെ വണ്ടിയിട്ട് വാ. ഞാൻ കമ്മോക്കാൻ്റെ പെരയിലുണ്ട്. ഇവിടെ ആരുമില്ല, ധൈര്യമായിട്ട് പോര് കേട്ടോ. വേമ്പാ, ആ വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് കയറ്റി കൊണ്ടുപോകണത്. നമുക്ക് ടൂറ് പോകണ്ടേ? ആ എന്നാ വേഗം വണ്ടിയിട്ട് വാ. ഞാൻ ഇവിടെ ഇരിക്കട്ടോ. ആ വേഗം വാ. ആജീണ്ട് കടക്ക്. എന്നിട്ട് എൻ്റെ പറമ്പിലെ മെച്ചലും വേണമെന്നെ ഇന്നും കൂടി കൊണ്ടേക്കടാ. ഇന്നും കൂടി കൊണ്ടേക്കോന്ന്. എന്നിട്ട് വാ, എന്നെ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കമ്മ് കുറച്ച് ദിവസമായി. ഈ മെച്ചൽ ഏറ്റാനേ മെറ്റോനെ വിളിച്ചിട്ട് വരുത്ത്. അത് നോക്കി നിൽക്കാനേ. എൻ്റെ മോന് സൗദി അറേബ്യയിൽ നിന്ന് അയച്ചാനും നിങ്ങൾ കുറച്ച് അതിൻ്റെ മക്കൾ വന്നായിട്ട് ഇത് കളിച്ചുകൊണ്ട് പോകാനും. അങ്ങോട്ട് നോക്കണ്ട, ഇത് നോക്കേ. ഞാൻ തലേ കൂടെ തല എന്താ പറഞ്ഞ സൗണ്ട്? കമ്മോക്കറ്റ് വന്ന എന്താ പഠിച്ചോനത്? ഈ ഉച്ച ടൈമിൽ പ്രേതോ? പ്രേതം എൻ്റെ കൂട്ടുകാരാടാ. എടാ ഇങ്ങോട്ട് വേണ, ഇങ്ങോട്ട് വേണേ. പക്ഷെ അവിടെ കിടന്ന് തിരിഞ്ഞാൽ വന്നിട്ട് നേരെ കുറെ. നിനക്ക് മനസ്സിലായിട്ടില്ലേ? ഈച്ചേതാ? നിങ്ങൾ ആരാ? നിനക്ക് മനസ്സിലായി? ഞാൻ ആരെങ്കിലും ഈച്ചേതാന്നാ ചോദിച്ചേ. ഞാൻ ഇവിടെ ഉള്ള നിങ്ങള് ബക്കറ്റ് എടുക്കി. അതല്ല എന്നോട് ചോദിച്ചേ. ഇതിന്റെ പറമ്പിൽ എന്തിനാ വന്നില്ലെന്ന് ചോദിച്ചേ. ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വന്നു. ആളെ കാണാനല്ലേ ഇജ്ജ് ഫോണിൽ കൂടെ വിളിച്ചാൽ ഞാൻ കേട്ടല്ലോ മെറ്റൽ ഇറക്കാനെന്ന്. ഇവരൊക്കെ പറ എന്റെ കൂട്ടുകാരെ മുതലാണ്. നിങ്ങളെ സ്ഥലം ഒന്നല്ലല്ലോ. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ലേ? ഇത് ഞാൻ ആരാന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. കാര്യമില്ല എനിക്ക്. നിങ്ങളത് എടുക്കി. ഇത് എടുക്കൂല. എനിക്ക് കുറച്ച് കാലായിട്ടേ എന്നോട് എന്റെ മൂത്തോക്കായ 4 വർത്തമാനം പറയണമെന്നുണ്ട്. ആ പൂജ ആരാ? നിങ്ങക്ക് മനസ്സിലായിട്ടില്ലല്ലോ. എടാ ഞാൻ നോക്കണ്ടടാ എന്നെ. ഇജാ മറ്റേ കൊമ്മക്കാട്ട കോയന്റെ ഏതാടാ ജി? പടച്ചോനെ, കമ്മോക്കണത്. എന്ത് വിചാരിച്ചാ? ആഹാ, നിങ്ങൾ ഇന്നെ തല്ലാൻ മാത്രം അയക്കണം. എങ്ങട്ടാ? പള്ളിക്കാണ്. അതെ, ഇത് വെള്ളിയാഴ്ച അല്ലേ? ഇത് പള്ളിക്കൊന്നും പോരണില്ലേ? ഞാൻ പാടെ ഇറങ്ങും. ഇവിടെ ആള് വരാണ്ട്. ഇത് എപ്പോ നോക്കിയാലും പറമ്പം കെട്ടിപ്പിടിച്ചിരുന്നോ? അല്ല, ആ ഇജ്ജ് പള്ളിയേക്ക് പോകാന്ന് പറഞ്ഞാ എന്റെ കേക്ക ഭാഗത്തല്ലേ മാലിന്? ആ വർത്താനൊന്നും പറയണ്ട പൊന്നാര കമ്മുവാ. അതെ, വെള്ളിയാഴ്ച പള്ളിയേക്കാണ് പോയാ പിരിവെറ്റി വരല്ലേ ബക്കറ്റും കൊണ്ട്. എന്റെ അടുത്ത് കായില്ല, പിന്നത്തെ കൊടുക്കണീന്. ആ വർത്താനം നിന്റെ അടുത്താ കഴിഞ്ഞ കായൊന്നുമില്ല. ആൻസാടോ പള്ളിയേക്ക് കൊടുത്തോടാ. ഞാനേ ഇവിടെ താഴത്തെ പള്ളിയേക്ക് പോവാ. ആൻസാ എനിക്ക് ഇവിടെ നിസ്കരിച്ചാ പറ്റൂല. എന്റെ പള്ളിയൊക്കെ പോയാ പോരാ. ഞമ്മള് പള്ളിയേക്ക് വരുന്ന എന്തിനാ? ജമാഅത്ത് കൂടാനല്ലേ. ആ കൂടാതെ അമ്മയ്ക്കളില്ലാന്ന് ബക്കറ്റ് വെറ്റി വരികയാണ്. പിരിവുണ്ടാവൂലേ? പിരിവന്നെ അവിടെ ഉണ്ടാവില്ലേ? ഞാനാണ് പോവാ. അജ് വരുന്നില്ലേ? അജ് പോയല്ലേ? എന്നോട് കുറച്ച് വർത്താനം പറയാൻ. ഇങ്ങോട്ട് വാ. എന്തേ?
അതൊക്കെ പറയാണ്ട് കേട്ടു വാ. എന്നാ ഞാൻ വരാം. എന്തോ സംഭവം? അപ്പൊ എനിക്ക് ജമാഅത്ത് കിട്ടില്ല കൊറേ കാലമായിട്ടില്ലേ? ഇല്ലാന്ന് പള്ളിന്റെ അവസ്ഥ പറയുന്നത് വേറൊന്നുണ്ട്. പൊന്നാരന്റെ പിന്നെ ഏത് പള്ളിക്ക് ചെന്നാലും ചെയ്തോ തന്നെയാണ് അവസ്ഥ. തന്നെ ഇപ്പൊ പിരിവല്ലേ മെയിൻ. അതായത് ജമാഅത്തിനാണ് കയറി കഴിഞ്ഞാല് ചെക്കന്മാരൊന്നായിട്ട് കാണാം പള്ളിന്റെ പുറത്ത് നിൽക്കണം. അതെ, ഏത് പ്രായം കുറഞ്ഞ കുണ്ടന്മാര്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോഴോട് എത്ര മക്കളെ നിങ്ങൾ ഉള്ളിക്ക് കയറുന്നില്ലേ? അപ്പൊ പറയും അവിടെ നിന്ന് പിരിവുണ്ട് കമ്മാക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുക. എത്താ പോലോടൊക്കെ പറയാം, ഇതാഴ്ചയിലാഴ്ചയിൽ പിരിവെടുത്തല്ലേ, എത്താ ചെയ്യാ, അതുകൊണ്ടൊന്നും കാര്യമില്ല. അല്ല കമ്മുവ പള്ളിക്ക് പോവാൻ നേരമായല്ലോ. അവിടെ പള്ളിക്ക് ബക്കറ്റും കാര്യം ഇവിടെ ഉണ്ട്. ഞാൻ എന്താ വിചാരിച്ച പമ്പ് ഹൗസ് നിന്നാണ് വിളിച്ചാണ്ട് അതാ നല്ലത്. കാരണം എനിക്ക് എന്താ പറഞ്ഞാല് കേക്കെ പള്ളിയൊക്കെ പോലെ നിർബന്ധം വാങ്ങി കൊടുക്കാനായി. കാരണം നമ്മളെ മാലിക്ക് നമ്മളെത്താഞ്ഞാൽ അന്റെ മാതിരിയല്ല. ഞാൻ അങ്ങോട്ട് എത്താഞ്ഞാല് പോക്കറ്റ് ഹാജിയും കുഞ്ഞായ്മാജിയും മറ്റേ വീരാനാജിയും ഗോയാജിയും ഒക്കെ എന്താവും ഓൽക്കൊരു കുത്തലാണ്. ഏത് കമ്മുന്ന് വന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു പറച്ചിലുണ്ട് നോക്കുണ്ടാവും. ഓലെ മുന്നിൽ നമുക്ക് കുറഞ്ഞടക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആട്ടി ഓർക്കൂല, ഞാൻ തെമ്മിൽ തന്നെ നിൽക്കോളൂ. മനസ്സിലായി? അച്ഛനാണ് വെക്കട്ടാൻ. അതല്ല, ഇതിപ്പോ ഇന്നലെ പത്രത്തിൽ വായിച്ചേ എന്ത്? ഇന്നലെ മിഞ്ഞാതൊക്കെ എന്റെ പേരക്കുട്ടീന്റെ മൊബൈലിൽ നിന്ന് കണ്ടാ ഞാൻ. എന്ത്? ഞാൻ അറിഞ്ഞല്ലോ. അത് കൊണ്ടോട്ടിയിലെ ഒരു കുട്ടി തൂങ്ങി മരിച്ചേ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടിയോ? അറിഞ്ഞല്ലോ. എത്തിനറിയാം എനിക്ക്. അത് കുട്ടി കറുത്താണല്ലോ. ആ മാപ്പിളയും ഓന്റെ അമ്മയും പറഞ്ഞല്ലോ ഈ കറുത്തിട്ടാണെന്ന്. അതിൽ ആ കുട്ടി തൂങ്ങി മരിച്ചോലോ. കല്യാണം കഴിഞ്ഞ കുട്ടിയാ? കല്യാണം കഴിഞ്ഞ കുട്ടി. ഇതൊന്ന് ആലോചിച്ച് നോക്കിയാ. വല്ലാത്തൊരു എന്താ അതിന്റെ ഒരു അവസ്ഥ. ഇതൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് നടക്കുക. ഇതിനൊന്നും എന്നിട്ട് കറക്റ്റ് ഒരു തീരുമാനം ഇവിടെ ഇല്ല. ഓലൊക്കെ കൊണ്ട് തൂക്കി കൊല്ലട്ടെ ഇവിടെ. കാരണം നമ്മളൊക്കെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടുവോ? എവിടെ വിടണേ? വെറുതെ വിടുവോ? ഞാനൊക്കെയാണ് ആ കുട്ടീന്റെ വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് ചവിട്ടി കൊല്ലും. ആ ദൂരെ ഞാൻ ചവിട്ടി കൊല്ലണ്ട. അന്ന് രാത്രി പ്രഷർ കയറിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെരക്കാരോ? ആശുപത്രിക്ക് എടുത്തുകൊണ്ടേന്ന്. ഇത് അറിഞ്ഞിട്ട് പ്രഷറാണ്ട് കയറി. എനിക്ക് കമ്മുവാണ് അതിന്റെ ആ കുട്ടീന്റെ ബാക്കിക്കാരനാണ് കമ്മു എന്നുണ്ടെങ്കിൽ ചവിട്ടി പീത്തു ഞാൻ ഓനെ. എന്താ കറുപ്പാണെന്ന് ആ തള്ള വരെ അതിന് കൂട്ടുനിന്ന്. ചെക്കന്റെ തള്ളിയും കൂട്ടക്കാർ വരെ അതിന് കൂട്ടുനിന്ന് ആറികളിന്ന്. ആ കുട്ടി തൂങ്ങി മരിച്ച്. എന്താ ചെയ്യാ? ഞാൻ ആലോചിച്ച് നോക്കിയാ അതിന്റെ വിഷമം എത്രയെന്ന്. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവര് ഒരു പെണ്ണിന്റെ ചന്തിന്റെ ബാക്കിൽ നടക്കുക. ഒരു പെണ്ണിന്റെ ഏത് പെണ്ണ് കമ്മുവാ? ഇതിന്റെ ബാക്കിൽ വരണ്ട, ഞാൻ ഊരാൻ ശരിയാണ്. ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണില്ലേ നമ്മളെ നാട്ടിലുള്ള പെണ്ണ? നമ്മളെ നാട്ടിലൊന്നല്ല, എവിടെ ഉള്ളതാണ്. അത് ഉദ്ഘാടനത്തിലൊക്കെ പോയി കുറെ പൈസ ഒക്കെ ഉണ്ടാക്കിയ പെണ്ണ. സിനിമാ നടിയാണോ? അങ്ങനെ എന്തോ ആണ്. അതിന്റെ പേരിന്റെ ലാസ്റ്റ് ചെമ്പരത്തിയോ റോസോ അങ്ങനത്തെ എന്തോ ഒരു ഇതുണ്ട് അതിന്റെ പേരിന്റെ ലാസ്റ്റില്. അപ്പൊ ഇവള് എവിടെ വന്നപ്പോ നമ്മളെ കോച്ചേട്ടിയോ അങ്ങനത്തെ ഒരു ചായപ്പൊടി വിതരണം ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മളെ ജ്വല്ലറിന്റെ അതന്നെ, ചെമ്മണ്ണൂർ ജ്വല്ലറി. അപ്പൊ അയാള് വെള്ളിയും വെള്ളി ഇട്ട് നടക്കണ നോക്കണ്ട, അയാളെ ഉള്ളും വെള്ളേ. മനുഷ്യനല്ലേ? നല്ല മനുഷ്യൻ തന്നെയാണ് അയാൾ. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം ചെയ്യണില്ലേ? ആ മനുഷ്യനെ ഈ പെണ്ണിനെ എന്തോ ആ ചങ്ങായി പറഞ്ഞു പറഞ്ഞാണ്ട് അതിനെ കൊണ്ടുപോയി ജയിലിട്ട്. ഇവിടെ മറ്റേ വയനാട്ടിൽ കുറെ ആൾക്കാർ മരിച്ച് കുടുംബം നഷ്ടപ്പെട്ട് ഓൽക്ക് കിട്ടേണ്ടത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്നലെ മിഞ്ഞാന്നായിട്ട് ഈ കുട്ടി തൂങ്ങി മരിച്ച്. തീരുമാനമായിട്ടില്ല, ഓനൊക്കെ കുടിച്ച് നടു പിടിച്ചോണം. അതാണ് ഓനെ ചെയ്യണ്ടേ. അത് ചെയ്തിട്ടില്ല. അതൊന്നും നടത്താതെ ഇയാളെ കൊണ്ടുപോയാണ്ട് ജയിലിട്ട്. ഒരു കാര്യം ജയിലിലിട്ടുക. ഇത് കാര്യം ഒരു ചന്തിന്റെ വർത്താനം ഞാൻ താണ്ട് വഴക്കട്ടെ. നാടൻ താരം നന്നാവൂല, ഒരു കാലത്തും നന്നാവൂല. അത് നമ്മൾ ഈ കക്കൂസം കുജിന്ന് വേസ്റ്റ് ഒഴിവാക്കണില്ലേ, പിന്നെ അത് അറിയല്ലേ. അത് മാറി വരുമ്പോ പള്ളി പോകാൻ ടൈം വെക്കട്ടെ. എന്നാ കളിക്ക് നടന്നൂടെ? എന്തിനാ ചിരിച്ചണേ? എന്തിനാ ചിരിച്ചണേ? ഞാനേ നമ്മളെ നാട്ടിൽ ഇത്രയും തോന്നെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തീർക്കാതെ ഒരു ചന്തി പ്രശ്നമായിട്ട് നടക്കാതെ ആൾക്കാരോട് ആലോചിച്ചിട്ട് തീര പള്ളിക്ക് പോട്ടെ.